ുള്ള സഹോദരങ്ങളെ, ഒരാൾ നിസ്കാരം മുടക്കിയിട്ടാണ് കടന്നു വരുന്നതോ, അള്ളാനെ ഓർക്കാതെയാണ് കടന്നു വരുന്നതോ, നിസ്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാതെ കടന്നു വരുന്നവനാണോ, അവനിക്ക് വിജയിക്കാൻ കഴിയില്ല, നല്ല വഴികളിലൂടെ കടന്നു പോകൂല്ല. മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ സ്വർഗത്തെ കാണുകയാണ്, അള്ളാഹുവേ നരകത്തെ കാണുകയാണ്. സ്വർഗവും നരകവും ഇങ്ങനെ കണ്ടുകൊണ്ട് കടന്നു പോകുമ്പോ ഒരു മനുഷ്യന് ഇങ്ങനെ മലർത്തി അങ്ങ് കിടത്തിയിരിക്കുകയാ. യാ അല്ലാഹ്, ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ മനുഷ്യന്റെ കയ്യിൽ വലിയ വലിയ പാറക്കല്ലുകളുണ്ട്. ആ പാറക്കല്ലുകൾ സുബ്ഹാനല്ലാഹ്, ആ പാറക്കല്ലുകള് അവനതാ കിടക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലങ്ങിടുമ്പോ അവിടന്ന് ആ തലച്ചോറങ്ങ് പൊട്ടി അങ്ങ് തെറിക്കുമ്പോ അവിടന്ന് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഴയ കോലത്തിൽ അവന്റെ തലച്ചോറാക്കി മാറ്റുമ്പോൾ, പഴയ കോലത്തിൽ അവന്റെ തലച്ചോറാക്കി മാറ്റുമ്പോ പടച്ചവനെ സങ്കടത്തോടെ ബുദ്ധിമുട്ടോടെ ഗംഗതത്തോടെ കണ്ടു നിൽക്കുന്ന രംഗമാണ്. തലച്ചോറും അവിടുന്ന് പഴയ കോലത്തിലേക്കാക്കി മാറ്റുകയാണ്. വീണ്ടും അവിടുന്ന് തല ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പൊട്ടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കഥ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടുന്ന് സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട നബിയേ, അതാരാ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലദീന അൻ സ്വലാത്തിസ് സുബ്ഹ്, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബ, അവര് ഒരു വിഭാഗം ആളുകളാ. സുബ്ഹി നിസ്കാരത്തെ പറ്റിയിട്ട് അവരശ്രദ്ധമായി കഴിഞ്ഞവരാണ്. പെങ്ങളെ, സുബ്ഹിന്റെ ടൈമാകുമ്പോ എഴുന്നേക്കാൻ കഴിയില്ല, മരം കോച്ചുന്ന തണുപ്പുണ്ടായിരിക്കും, ഇബ്ലീസ് വന്നിട്ട് പുതപ്പൊന്ന് മൂടിത്തരും. ആ സമയത്ത് എഴുന്നേക്കാൻ നിനക്കൊന്ന് കഴിഞ്ഞ, 2 റക്അത്ത് നിസ്കരിക്കാൻ നിനക്കൊന്ന് കഴിഞ്ഞ, 2 റക്അത്ത് നിസ്കരിപ്പിക്കാൻ നിന്റെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ കഴിഞ്ഞാൽ നിന്നെ പോലെ ഭാഗ്യമുള്ള പെണ്ണേതാ, നിന്നെ പോലെ ഭാഗ്യമുള്ള പുരുഷനേതാണ്. അതുകൊണ്ട് ബാപ്പാ, ൂടെ കടന്നു വരുമ്പോ അല്ലാഹുവേ, സുബ്ഹി നിസ്കാരത്തെ മുടക്കിയിട്ടൊരു കാര്യവും നമുക്ക് വേണ്ട. നിങ്ങളുടെ ജോലിയിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യണോ, നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യണോ, നന്മകളുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോ അവിടെയെല്ലാം അല്ലാഹു നിങ്ങൾക്ക് ആനന്ദവും സന്തോഷവും സൗഭാഗ്യവും അല്ലാഹു നിങ്ങൾക്ക് നൽകണോ. അതിനെന്ത് വേണമെന്നറിയോ? സുബ്ഹി നിസ്കാരത്തെ നിങ്ങൾ ഏറ്റെടുക്കോ. ഏതെങ്കിലും ഒരാൾ മൻ സല്ല സ്വലാത്ത സുബ്ഹ്, ഒരാൾ സുബ്ഹി നിസ്കാരം അവിടെ നിസ്കരിച്ചു കൊണ്ട് കഴിഞ്ഞ വഹുവ ഫീ ദിമ്മത്തില്ലാ, അവൻ അല്ലാഹുവിന്റെ കാവലിലാണ്. അവന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കുകയാണ്. പിന്നെ അവനെ ഒരാൾ കുറ്റം പറയുന്ന അല്ലാഹുവിന് ഇഷ്ടമല്ല, അവനെ പുച്ഛിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല, അവനെ കളിയാക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെയുള്ള വഴികളിലൂടെ കടന്നു വരുമ്പോ സുബ്ഹി നിസ്കാരത്തെ മുടക്കല്ലേ, സുബ്ഹിയെ നഷ്ടപ്പെടുത്തല്ലേ. സുബ്ഹിയെ നല്ല വഴികളിലൂടെ കൊണ്ടുവന്നാൽ അല്ലാഹുവിന് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും, ജീവിതത്തിന്റെ ഏത് വഴികളിലൂടെ കടന്നു പോകുമ്പോഴും അല്ലാഹുവിന് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാ, വല്ലാത്ത ഇഷ്ടമാ, വല്ലാത്ത സന്തോഷമാ, വല്ലാത്ത ആനന്ദമാ. നിങ്ങൾ അല്ലാഹു പട്ടിണി കിടത്തൂല്ല, അല്ലാഹു നിങ്ങളെ വിശപ്പ് സഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വിടൂല്ല. ഏതെങ്കിലും വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് സുബ്ഹി നിസ്കരിച്ചിട്ടായിരിക്കട്ടെ കട തുറക്കുന്നത്, സുബ്ഹി നിസ്കരിച്ചിട്ടായിരിക്കട്ടെ യാത്ര പോകുന്നത്, സുബ്ഹി നിസ്കരിച്ചിട്ടായിരിക്കട്ടെ അല്ലാഹുവേ നന്മകൾ ചെയ്യുന്നത്. എന്നാൽ അവിടെ നിങ്ങൾ വിജയിച്ചുവെന്ന് പഠിപ്പിച്ചത് ആരാ? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചിന്തിക്കാറുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സുബൈക്ക് എഴുന്നേറ്റാല് ഉറക്കം തൂങ്ങി ഒന്നു കൊടുക്കുമ്പോ മോൻ കഴുവും, മോൻ കഴിയാ പിന്നെ കാല് കഴുകൂല, കാലിന്റെ ഒരു ഭാഗം ശരിയാവൂല, അങ്ങനെ കടന്നു പോവുകയാണ് അല്ലേ? മനുഷ്യന്മാരാവുന്ന നമ്മൾ അങ്ങനെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉറങ്ങല്ലേ. പാതിരാത്രിയിൽ കിടന്നുകൊണ്ട് ഉറക്കുമ്പോ ആ ഉറക്കത്തിൽ നിങ്ങൾ പെട്ടുപോയിട്ട് നിങ്ങൾ എത്രയോ കാര്യങ്ങൾക്ക് പ്രവാസ ലോകത്തേക്ക് പോകാൻ കാത്തിരിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ പ്രവാസ ലോകത്തിന് വേണ്ടി കടന്നു പോകാ. നിന്റെ മൊബൈൽ അലാറം
അലാറം വെച്ച് കിടക്കാറുണ്ട്, നിന്റെ ഭാര്യയോട് പറയാറുണ്ട്, നിന്റെ പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്. എന്നാൽ ചോദിക്കുകയാണ്, മോനെ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാൻ സുബഹി നിസ്കാരത്തിന്റെ ടൈമിന് നിന്റെ ഭാര്യയോട് പറയാറുണ്ടോ? എന്നെ വന്ന് വിളിക്കുവോ മോളെ എന്ന് പറയാറുണ്ടോ? നിന്റെ മക്കളോട് പറയാറുണ്ടോ? ഭാര്യ ഭർത്താവിനോട് പറയാറുണ്ടോ? മക്കൾ ഉമ്മയോട് പറയാറുണ്ടോ? ഉമ്മ മക്കളോട് പറയാറുണ്ടോ? സുബഹി നിസ്കാരമല്ലേ, മക്കൾ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എത്രയോ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ വീടിന്റെ ഘട്ടത്തിൽ സുബഹി നിസ്കാരമില്ലാതെ കിടന്നുറങ്ങുന്നവരാണ്. പാതിരാത്രി വരെ നിങ്ങൾ ഇരുന്നു കൊണ്ട് പ്രഭാഷണം കേൾക്കണമെന്ന് പറയുന്നില്ല. അള്ളാഹുവേ, 2-3 മണിക്കൂറും ഒരേപോലെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിങ്ങൾ കടന്നിരിക്കാൻ പറയുന്നില്ല. മണിക്കൂറുകളോളം പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഇരുന്നിട്ട് സുബഹി നിസ്കാരം കിട്ടിയില്ല എന്ന് പറയല്ലേ. വാളിന്നി അങ്ങനാണെങ്കിൽ ഒരു പ്രഭാഷണവും നിങ്ങൾ കേൾക്കരുത്, ഒരു ലൈവും നിങ്ങൾ കാണരുത്. നിങ്ങളുടെ നിസ്കാരം മുടങ്ങുമെന്ന് തോന്നിപ്പോയാൽ നിങ്ങൾ അവിടെ എല്ലാം ഓഫാക്കി വെച്ചോ, ഒന്നും നിങ്ങൾ കാണണ്ട. എന്ത് വേണമെന്നറിയോ? അല്ലാഹുവിലേക്കുള്ള ബന്ധം വേണം, നിസ്കാരം മുറുകെ പിടിക്കണം. ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പരാജയമാണ്. അല്ലാഹുവേ, സുബഹി നിസ്കാരം മുടക്കിയാൽ നാളെ മഹ്ശറയിൽ കണ്ടുപോയ അദാബേദാ, മലത്തിയങ്ങ് കിടത്തുകയാ. പുറത്തുകൂടെ വല്ലാത്ത സങ്കടത്തിന്റെ അവസ്ഥകള് അങ്ങെടുത്തിടുകയാ. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു സ്വർഗത്തിന്റെ ആനുകൂല്യം അല്ലാഹു നമുക്ക് ചുരിഞ്ഞു നൽകട്ടെ. നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും മെച്ചമായത് ഏതാണ്? നിസ്കാരമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ചോദ്യം ചോദിക്കുന്നത് നിസ്കാരമാണ്. ഫിർഔന്റെ കൂടെയാണ് നിസ്കാരമില്ലാത്തവര് കടന്നു പോകുന്നത്. അള്ളാഹുവേ, ഞങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. മഹാമൂടന ഫിർഔന, വലിയ തലയും വലിയ കാലും വലിയ ഉടലുമായിട്ട് ഇങ്ങനെ വന്നിരിക്കും, ഇല്ലേ? നൈൽ നദിയുടെ തീരത്തേക്ക് അവിടെ നിന്ന് കടന്നു പോയപ്പോ മൂസാ നബിയുടെ പിന്നാലെ പരക്കം പാഞ്ഞു. വാളിയന്മാരെ എന്ന് പറഞ്ഞ അളിയന്മാരെ വിളിച്ച് പിന്നാലെ പരക്കം പാഞ്ഞു. അള്ളാഹുവേ, എന്തേ സംഭവിച്ചു പോയത്? മൂസയും പരിവാരങ്ങളും കടലു പിളർത്തി കരക്കണയുന്നു, മൂഢൻ ഫറോവയും കൂട്ടരുമന്ന് കടലിലമരും നേ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന്, ആ ദീനിന്റെ വഴികളിലൂടെ കടന്നു വന്നപ്പോ അവിടുന്ന് മൂസാ നബി അള്ളാഹുലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോ അവിടുന്ന് ഫിർഔൻ പറഞ്ഞു, ഏയ് ഇത് പറ്റൂല. മൂസാ നബി എന്ത് ചെയ്യും? അതിന്റെ പിന്നാലെ പരക്കം പാഞ്ഞു. മൂസായെ വിശ്വസിച്ചവർ അലൈഹിസ്സലാം വിശ്വസിച്ചവരെ കൊന്നുകളയാൻ വേണ്ടി ഓടി. അള്ളാഹ് പറഞ്ഞു, നബിയെ, കൈയിരിക്കുന്ന വടി കൊണ്ട് അടിക്ക് നബിയെ സമുദ്രത്തില്. അള്ളാഹു അടിക്കാൻ പറഞ്ഞു, അടിച്ചു. സമുദ്രം 2 പിളർപ്പായി. ഇറങ്ങിക്കൊള്ളി നബിയെ. ഇറങ്ങി. അവരിങ്ങനെ പെട്ടെന്ന് കടന്നുപോയപ്പോ ഫിർഔൻ വിചാരിച്ചു, അപ്പ കാണിച്ചുതരാം. പിന്നാലെ ഇറങ്ങി കൊടുത്തത് ആടക്കണം. മൂടി കടല് മൂടി. മൂടൻ ഫറോവയും കൂട്ടരും കടലമരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട കലിമത്ത് തൗഹീദ്, അതിൽ അടിയുറച്ച് വിശ്വസിക്കണമെന്നുള്ള ഈമാനിന്റെ മാധുര്യമുണ്ടല്ലോ. ആ മാധുര്യം അവിടെ ഇസ്ലാമിന്റെ ശാന്തലമായ തീരത്തെ പറ്റി പറഞ്ഞപ്പോ അന റബ്ബുക്കുമുൽ അഅ്ലാ, എന്നെക്കാൾ വലിയവരിലാകില്ല, ഞാനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്, ഞാനാണ് ഈ ലോകത്തിന്റെ വഴികളിലൂടെ കടന്നു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ ദീനിലേക്ക് കടന്നു വന്ന പല ആളുകളെയും ആക്രമിക്കുകയാണ്, കൊലപ്പെടുത്തിയിട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ ഉള്ള മൂസയെ അറിയുമല്ലോ. പടച്ചവനെ, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നുവെന്നറിഞ്ഞപ്പോ മാഷിത്താ ബീവി റളിയല്ലാഹു അൻഹയെ പോലും അവിടുന്ന് ഫിർഔൻ അവിടുന്ന് ക്രൂരമായി കൊന്നുകളഞ്ഞല്ലോ. അങ്ങനെ ഉള്ള ഫിർഔൻ എവിടെയാണ്? അള്ളാഹുവിന്റെ നരകത്തിന്റെ പടുകുഴിയിലാണ്. അവിടെയാണ് ആര് കിടക്കുന്നത്? നിസ്കാരത്തെ ഉപേക്ഷിച്ചവൻ ആരായി പറയുന്ന എന്നറിയോ? ആരോ നമസ്കാരം ഒഴിച്ചാൽ പിന്നെ ഒരു സ്ഥാനവും ഇസ്ലാമിലില്ല പൊന്നേ. അവൻ നാളെ ഫിർഔനോട് കൂടി വരുന്നതാ, ഹാമാനും അവനോടൊപ്പമായി കാണുന്നതാ.
ഫിർഔനിന്റെയും ഹാമാനിന്റെയും കൂടെയായിരിക്കും. അവൻ എവിടെ പോവുക? സ്വർഗത്തിലല്ല, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് പോകൂല, നരകത്തിലേക്ക്. അതേസമയം നിസ്കാരം വളരമായി കൊണ്ടുവന്നവരാണെങ്കിലോ ചന്തമുള്ളൊരു സുബർഗത്തിൻ നിറവും കണ്ടേ, അതിലൊരു പാലുളി പോൽ മിന്നണ താരം ഒഴുകി കണ്ടേ, സ്വർഗീയ റാണികളും അതിൽ മതിയായി നിറഞ്ഞിടുന്നേ. ആ കൊട്ടാരം ഒന്നതു കണ്ടാൽ ഒന്ന് കേറാൻ കൊതിച്ചത് വന്നാൽ റബ്ബനെ പേടിച്ചത മോനെ. ആ നിലാവിൽ കണ്ടൊരു സ്വർഗം കീനാവു കാണാൻ കഴിയുകതില്ല എന്നാദീനിൽ അറിവ് എന്നും ചൊല്ലുന്നാൽ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കൊന്ന് കടന്നു പോകണോ? നമ്മുടെ ഇബാദ, നമ്മുടെ നിസ്കാരം അത് മെച്ചപ്പെടുത്തിയിട്ട് കടന്നുപോയിട്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. ഒരുപാട് നിസ്കാരത്തിന്റെ മഹത്വങ്ങളുണ്ട്. ഇതുപോലെ വൈലുൽ കൊണ്ടായെത്തും ഒരാൾ കേൾക്കുന്നു എന്നാൽ പറയണം ഉടൻ തന്നെയാൽ, പൊറുത്തില്ല എങ്കിൽ എനിക്ക് വൈലിയെന്ന്. അത് മാത്രമല്ല ഇത് സുന്നത്തായി പറയുന്നു. നുബുവത്തിനും 10 വർഷം 3 മാസം കഴിഞ്ഞതിൽ പിന്നെ ഫർദായി വന്ന്, അത് റജബ് മാസമിലാണ് മിഅ്റാജിന്ന 27-ാം രാവിലാണെന്നതുമെന്ന. പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം അല്ലാഹു തആല കൊടുത്തയപ്പോഴാ റജബ് എന്ന മാസം 27-ന് മുജ്തബ നബിയുടെ മിഅ്റാജ്. റജബ് എന്ന മാസം 27-ന് മുജ്തബ നബിയുടെ മിഅ്റാജ്. പരിശുദ്ധമായ റജബിൽ അല്ലാഹു തആല ആ ഒരു സമാധാനവും ആ ഒരു വഴികളിലൂടെ കടന്നു വരുമ്പോ ഈമാനിന്റെ വെളിച്ചമാ നമുക്കുള്ളത്. സുബഹി നിസ്കാരം നമ്മൾ മുടക്കരുത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്, ഇല്ലേ? അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. എപ്പോഴായാലും മരിക്കണ്ടേ, 6 അടി മണ്ണിൽ കിടക്കണ്ടേ. സുബ്ഹാനല്ലാഹ്, നിസ്കാരത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഫയതഖല്ലബു അലൽ ജംരി ലൈലൻ വനഹാറാ. അവന്റെ ഖബറിന്റെ ഉള്ളിൽ രാവും പകലും തീയാണ്. വലത് ഭാഗത്തും തീയാണ്, ഇടത് ഭാഗത്തും തീയാണ്. ആ ഖബറിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചു, ഹോ സഹിക്കുന്നില്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞാൽ, എന്റെ പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരാരാ നിന്നെ സഹായിക്കാമെന്നത്? മോനെ, നിന്റെ ഭാര്യ നിന്നെ വിളിച്ചിട്ടില്ല. ഭാര്യക്കുള്ള ഉത്തരവാദിത്തം വിളിക്കലല്ല. അള്ളാഹുവും നീയുമായിട്ടാണ് ബന്ധമുള്ളത്. എന്റെ റബ്ബിന് വേണ്ടി ഞാനാണ് നിസ്കരിക്കേണ്ടുന്നത്. എന്റെ റബ്ബിന് വേണ്ടി ഞാനാണ് സുജൂദ് ചെയ്യേണ്ടുന്നത്. അതിൽ വെപ്രാളം കാണിച്ചിട്ട് കാര്യമില്ല, തിരിഞ്ഞും മറിഞ്ഞു ഓടിയിട്ട് കാര്യമില്ല. പിന്നെയോ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കോലത്തിൽ നിസ്കരിച്ചുകൊണ്ട് കടന്നു വന്നാൽ അള്ളാഹു ഉത്തരം തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വേണ്ടുന്ന കോലത്തിൽ നമ്മൾ ചെയ്യണം. അവിടെയാ നമ്മൾ വിജയിക്കുന്നത്. വേണ്ടുന്ന വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോകണം. അവിടെയാണ് സന്തോഷം നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് ആനന്ദം നമുക്ക് ലഭിക്കുന്നത്. അവിടെയാണ് സ്വർഗത്തിന്റെ ആനുകൂല്യങ്ങൾ അള്ളാഹു നമുക്ക് ചുരിഞ്ഞു നൽകുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ദുനിയാവിന്റെ പുറത്തുകൂടി ഇങ്ങനെ കടന്നു പോകുമ്പോ ആര് ചിന്തിക്കുന്നു? അള്ളാഹ് തരുന്ന ഭക്ഷണം അവിടെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ നിസ്കരിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ് എനിക്ക് ഭക്ഷണം തരുമല്ലോ. നിങ്ങളിപ്പോ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് ഭക്ഷണം തരും. അതിനാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ റഹ്മാനി, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അവിടെ അള്ളാഹു ഒരു ഡിമാൻഡ് കൊടുത്തിട്ടുണ്ട്. വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, നിസ്കരിച്ചവർക്കും നിസ്കരിക്കാത്തവർക്കും.
അള്ളാഹ് ഭക്ഷണം കൊടുക്കും. ശരിയല്ലേ? ശരിയല്ലേ? വളരെ കറക്റ്റ് അല്ലേ? നിസ്കരിക്കാത്തവനിക്കും ഭക്ഷണം, നിസ്കരിക്കുന്നവനിക്കും ഭക്ഷണം, രണ്ടു കൂട്ടർക്കും ഭക്ഷണമാണ്. എല്ലാവർക്കും അവിടെ നിന്ന് ഭക്ഷണം തരികയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ള മുഅ്മിനുകളെ അള്ളാഹു അവസാനം പറഞ്ഞതെന്തെന്നറിയോ? ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്ന അല്ലാഹ്. ഇവിടെ വെച്ച് നിസ്കരിച്ചവർ, ഇവിടെ വെച്ച് അള്ളാനെ വഴിപ്പെട്ടവർ, അവർക്ക് വേണ്ടി മാത്രം നാളെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹ്. നമ്മുടെ മനസ്സിൽ ഒറ്റ ചിന്ത, അള്ളാഹുവേ ദീനി ദഅവത്ത് ഒരാളെങ്കിലും അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ടാൽ, ഒരാളെങ്കിലും സന്തോഷമായാൽ അത് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിച്ചോ, അള്ളാഹുവേ ഇവിടെ ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിച്ചിട്ടില്ലെങ്കിലും, നിനക്ക് വേണ്ടി നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും, നിനക്ക് വേണ്ടി നന്മകൾ ചെയ്തിട്ടില്ലെങ്കിലും, അല്ലാ നന്മകളുടെ വഴികളിലൂടെ ഞാൻ കടന്നു വന്നില്ലെങ്കിലും നീ എനിക്ക് ഭക്ഷണം തരും, നീ എനിക്ക് വെള്ളം തരും, നീ എനിക്ക് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ തരും. അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, റഹ്മാനും റഹീമുമായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ, ഞാൻ ഇനി മുടക്കൂല പടച്ചവനെ. അള്ളാഹു സന്തോഷവും ആനുകൂല്യവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗം നൽകി അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് ആ ഒരു വഴികളിലൂടെ കടന്നു പോകണമെന്ന് പറയുന്നത്. എന്തിനേറെ അതാ ഒരു പെണ്ണ് കടന്നു വരികയാണ് ഇവിടെ എന്നറിയോ? നമ്മുടെ ഉമ്മയാണ്, ഉമ്മുനാ ബീവി ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പില് ഒരു പെണ്ണ് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കടന്നു വന്നു. കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ കടന്നു വന്നു. വന്നിട്ട് പറഞ്ഞു, ആയിഷ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്, എന്തേ ചോദിച്ചു പോയി. ഉടൻ തന്നെ പറഞ്ഞു, ആയിഷ മനസ്സ് മുഴുവനും വേദനയാണ്, കണ്ണീരാണ്, നൊമ്പരമാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ജോലിയില്ല ആയിഷ. അബൂബക്കർ സിദ്ദീഖിന്റെ ആരംഭ പൂമോളെ ആയിഷ പൂവഴകേ, ആദര ത്വാഹ നബിയോരെ സൗജത്തായി ലംഘിയ പൊന്നോളിവേ, മഹദി മണി മൊത്ത് ഒളിവർ കതിർ വിത്ത് മാതൃക പൂമണ വീ ഉത്തമലങ്കാര പൂവായി മണം വീശോ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ആയിഷ ഭർത്താവ് പട്ടിണിയാണ് ആയിഷ, അത് കാരണം പൊന്നാര മക്കളോ കൊച്ചുമക്കളാണ് ആയിഷ, അവര് വിശന്നുകൊണ്ട് കിടക്കുന്നവരാണ് ആയിഷ. സഹിക്കുന്നില്ല, അവര് കരയുമ്പോ, അവര് വിഷമിക്കുമ്പോ, അവര് വേദനിക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ല. ഭർത്താവിന് ജോലിയില്ല ആയിഷ, അതുകൊണ്ട് സങ്കടത്തിന്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ് ആയിഷ. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നീറുന്ന മനസ്സോടെ, സങ്കടത്തോടെ, നീറുന്ന മനസ്സോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ, ദുരിതത്തോടെ അവിടെ ഇരുന്നു കൊണ്ട് പ്രയാസത്തോടെ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ ചോദ്യത്തിന് വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ എനിക്ക് ഉത്തരം തരുമോ? ഉടൻ തന്നെ ഇവിടെന്ന് പറയുന്നു, ആയിഷ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് വേണ്ടുന്ന കോലത്തിൽ ഞാൻ ഉത്തരം തരാ ആയിഷ, അതിന് വേണ്ടുന്ന കോലത്തിൽ ഉത്തരം തരാ ആയിഷ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടെന്ന് പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുകയാണ്, അവിടെന്ന് ചോദിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിക്കോ, ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു കൊടുത്ത മറുപടി അറിയുവോ?
ആ സമയത്ത് അവിടുന്ന് പറയുന്നു, അതേ ആയിഷ പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പറയുന്നു, ആയിഷ ബീവി ചോദിക്കാണ്, അസ്ർ നിസ്കാരം എങ്ങനെയാണ്? ഉടൻ തന്നെ പറഞ്ഞു ആയിഷ, അസ്ർ നിസ്കരിക്കാറുണ്ട്, പക്ഷേ വളരെ കറക്റ്റ് സമയത്തെ പിന്തിപ്പിച്ചിട്ടാണ് നിസ്കരിക്കുന്നത് ആയിഷ. അങ്ങനെ ഞാൻ നിസ്കരിച്ചുകൊണ്ട് കടന്നു വരുന്നതാണ് ആയിഷ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പഠിച്ചുകൊള്ളുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന മറുപടിയാണ്. എന്താണ് പറഞ്ഞു കൊടുത്ത മറുപടി എന്നറിയോ? ആ നിസ്കാരം മുടക്കിയത് കൊണ്ടാ. വളരെ കറക്റ്റ് ടൈമിനാണ് നിങ്ങൾ നിസ്കരിക്കുന്നതെങ്കിലോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഉടൻ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വാക്ക് കേട്ട് പോവുകയാണ്. ആ പോകുന്ന സമയം ആയിഷ ബീവി വിളിച്ചൊന്നു നിൽക്കുമോ എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുകയാ. ഒരായത്ത് കൂടെ പതിവാക്കുമോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ഈ ഒരായത്ത് കൂടെ ചൊല്ലാൻ പറയുമ്പോ അവര് കടന്നുപോയി വീടിന്റെ അകത്തട്ടിൽ കടന്നിരുന്നുകൊണ്ട് ചൊല്ലുകയാണ്. വീടിന്റെ അകത്തട്ടിൽ കടന്നിരുന്നുകൊണ്ട് ചൊല്ലുകയാണ്. നിറഞ്ഞ മനസ്സോടുകൂടി ചൊല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വാക്കാണല്ലോ. നല്ല നീയത്തോടുകൂടി ഭാര്യയും മക്കളും ഭർത്താവുമെല്ലാം ചൊല്ലുകയാ. അങ്ങനെ ഭർത്താവ് കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. കച്ചവടത്തിന് വേണ്ടി കടന്നു പോകുമ്പോ അവിടുന്ന് നീറുന്ന മനസ്സോടെ, നൊമ്പരത്തോടെ, കണ്ണുനീരോടെ, ദുഃഖത്തോടെ അവിടുന്ന് കരഞ്ഞിട്ട് ദുആ ചെയ്തു. ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, ആയിഷ, കച്ചവടത്തിൽ ഒരുപാട് ലാഭം കിട്ടി ആയിഷ. എപ്പോഴാ ഇത് ലഭിക്കുന്ന എന്നറിയോ? ഏത് സമയത്താ ലഭിക്കുന്ന എന്നറിയോ? എപ്പോഴാ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്നറിയോ? ഞങ്ങളെ നിറഞ്ഞ മനസ്സോടെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ്, ആ നിസ്കാരത്തിന് വേണ്ടുന്ന കോലത്തിൽ കൊണ്ടുവരുമ്പോഴാണ്. അതുകൊണ്ട് ഓരോ വഖ്ത് നിസ്കാരത്തിന് ഓരോ പവറുകളുണ്ട്. അള്ളാഹു കേൾക്കാനും പഠിക്കാനും നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗീയ ലോകം തരട്ടെ. അതുകൊണ്ട് നിസ്കാരം എന്ന് പറയുന്നത് വലിയൊരു മുതൽക്കൂട്ടാൻ. ജീവിതത്തിൽ നമുക്കൊരിക്കലും നമുക്ക് നഷ്ടപ്പെടാൻ പറ്റാത്ത, ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ഖബൂലാക്കട്ടെ. അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ഖബർ ജീവിതം സന്തോഷമാകാൻ വേണ്ടി നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുൽക്ക് നമുക്ക് പാരായണം ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സ്വർഗ്ഗവും സന്തോഷം അല്ലാഹു തആല കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر قرتين ينقلب إليك البصر خاسئا وهو خسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين واعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها
لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم وبجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وكلوا من رزقه وإليه النشور أم أمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاسبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبلن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم من دون الرحمن إن الكافرين إلا في غرور أمن هذا الذي يرزقكم إن أمسك رزقه بل لجوا في عتو ونكور أفمن يمشي مقبا على وجهه أهدى أمن يمشي على سويا على صراط مستقيم قل هو الذي أنشأكم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون قل هو الذي ذرأكم في الأرض وإليه تحشرون ويقولون متى هذا الوعد إن كنتم صادقين قل إنما العلم عند الله وإنما أنا نذير مبين ولما رأوه زلفة سيئت وجوه الذين كفروا وقيل هذا الذي كنتم به تدعون قل أرأيتم إن أهلكني الله ومن معي ورحمنا معهم يجير الكافرين من عذاب أليم قل هو الرحمن آمنا به وعليه توكلنا فستعلمون من هو في ضلال مبين قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين അല്ലാഹുവേ ഇതോടെ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ റഹ്മാനെ സന്തോഷത്തിന്റെ വഴികൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ് പടച്ചോനെ ആരൊക്കെയാണോ നമ്മുടെ സദസ്സിലിരിക്കുന്നത് അവരാരെയും നീ പാഴാക്കല്ല റബ്ബേ ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലണേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ العليم أستغفر الله العظيم 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 لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام استسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل അല്ലാഹുവേ ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. ഹബീബിനെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. വേദനകളും വിഷമങ്ങളും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ആമീൻ പറയാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. അർഹമർ റഹീമായ അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, കാരുണ്യവാനായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടലിന് നീ സ്വീകരിക്കണേ റഹ്മാനെ. കുടുംബക്കാർ ഒരുപാട് തെറ്റുകൾ ചെയ്തവർ, നന്മകൾ ചെയ്തവരുമുണ്ട് റബ്ബേ. എല്ലാവർക്കും ഖൈർ കൊടുക്കണേ അല്ലാഹ്, ഖൈർ കൊടുക്കണേ അല്ലാഹ്. മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്നവരുണ്ട് പടച്ചവനെ, അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ ഈ പരിശുദ്ധമായ കുടുംബത്തിൽ കടന്നു വന്ന ഒരാളെയും നീ പാഴാക്കല്ല റബ്ബേ, ഒരാളെയും മോശമാക്കല്ല റബ്ബേ. പടച്ചവനെ, ഇത്രയും നേരം ആരൊക്കെ എന്തെല്ലാം ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതി ദുആക്ക് വേണ്ടി കാത്തിരുന്നു, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരണേ അല്ലാ. കടങ്ങളുള്ളവരുടെ കടങ്ങളെ മാറ്റണേ അല്ലാ. പടച്ചവനെ, ഹോസ്പിറ്റലിൽ പോയിട്ട് വർഷങ്ങളോളം കിടക്കുന്നവർ, അല്ലാഹുവേ, ആർക്കുള്ള രോഗത്തിന് ശമനം കൊടുത്ത് അല്ലാഹുവേ സന്തോഷത്തോടുകൂടി കടന്നു വരാതിരിക്കുന്നവർ, രോഗങ്ങളുമായി കടന്നുകൂടുന്നവരുണ്ട്. പടച്ചോനെ, അവർക്ക് സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗമായി കഴിയുന്നവർക്ക് രോഗം മാറ്റിയെന്നുള്ള സന്തോഷ വാർത്ത അറിയിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ പലരും വിട പറഞ്ഞ് പച്ച മണ്ണിലാണ് റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, അവരുടെ ഖബറും സ്വർഗമാക്കണം പടച്ചോനെ. കണ്ണെത്താത്ത ദൂരത്തോളം വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയിട്ടുള്ള സൂറത്തുൽ മുൽക്കിന്റെ പ്രതിഫലം അവരുടെ ഖബറിടത്തിൽ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അല്ലാ, ഞങ്ങൾ മരിക്കുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചോനെ, മരിക്കുമ്പോ കലിമ ചൊല്ലാനുള്ള സൗഭാഗ്യം തരണേ അല്ലാ. അല്ലാഹുവേ, പല പല രോഗങ്ങൾ പറഞ്ഞവരുണ്ട് പടച്ചവനെ, അവരുടെയൊക്കെ രോഗങ്ങളെ മാറ്റണേ അല്ലാ. അവരുടെയൊക്കെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. അവരുടെയൊക്കെ പ്രയാസങ്ങളെ മാറ്റണേ പടച്ചവനെ.
അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞോ അതിനൊന്നും ഞങ്ങൾ മറുപടി കൊടുക്കുന്നില്ല. അബക്കാർക്കും അങ്ങനത്തെ ഒരു ചിന്ത കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളിത് പറയുന്ന അള്ളാന്റെ പൊരുത്തത്തിന്, ഞങ്ങൾ ഇരിക്കുന്ന അള്ളാന്റെ പൊരുത്തത്തിന് ഞങ്ങൾ ഒരുപാട് നേരം ഇരുത്തിയിട്ട് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറുമില്ല. പടച്ചോനെ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം കൊടുക്കണേ പടച്ചവനെ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ ദുആയ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.